ശ്രീ രാജീവ് എ തരകൻ കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിയാണ്. അദ്ദേഹം ഖത്തറിൽ ബിസിനസ് ചെയ്യുന്നു. സാമൂഹികവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുക്കുന്ന ഒരു യുവ ബിസിനസ് സംരംഭകനാണ് ശ്രീ രാജീവ്. കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ നിന്നും ഭാഗ്യം തേടി മറുനാട്ടിലെത്തിയ മലയാളിയാണ് ശ്രീ രാജീവ് എ തരകൻ. പന്ത്രണ്ട് വർഷത്തോളമായി ഖത്തറിലെത്തിയിട്ട് ഇവിടെ ഒരു ഫയർ സെക്യൂരിറ്റി സിസ്റ്റം കമ്പനി നടത്തുന്നു. സ്ഥാപനത്തിൻ്റെ പേര് അഡ്വാൻസ് ടെക്നിക്കൽ സർവീസസ് എന്നാണ്. തേവലക്കരയിലെ പ്രശസ്തമായ അരിവുച്ചിറക്കര തരകൻ കുടുംബത്തിൽ തോട്ടുമുഖത്ത് ബംഗ്ലാവിൽ റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനായ അച്ഛൻ കുഞ്ഞും നിർമ്മലയുമാണ് മാതാപിതാക്കൾ. എൻ്റെ പിതാവ് അച്ഛൻ കുഞ്ഞ്, അദ്ദേഹം BSNL നിന്ന് റിട്ടയർഡ് ചെയ്ത് റിട്ടയർമെൻറ്റ് ലൈഫ് നാട്ടിൽ ചിലവഴിക്കുന്നു. അമ്മ പോസ്റ്റ് മിസ്ട്രസ്സായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. മൈനാവപ്പള്ളി പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസാണ് തോട്ടുമുഖം എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ്. മാതാപിതാക്കളുടെ മൂത്ത മകനാണ് ഞാൻ. എൻ്റെ എല്ലാ ദിശകളിലും എല്ലാ സമയങ്ങളിലും യൗവനത്തിലും അതേപോലെ എൻ്റെ പഠന കാര്യങ്ങളിലും എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളിലും ഒക്കെ ഒട്ടനവധി സപ്പോർട്ടുകൾ പ്രിയപ്പെട്ടവർ എനിക്ക് നൽകി തരുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയും ഒരു വലിയ എൻ്റെ ബിസിനസ്സിൻ്റെയൊക്കെ ഒരു വിജയത്തിൻ്റെ വലിയ ഘടകമായിട്ട് ഞാനിപ്പോഴും അതിനെ കാണുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ബിരുദം നേടിയ ശേഷം മുംബൈയിലെത്തി. ഇൻഫർമേഷൻ ടെക്നോളജിയും പഠിച്ചിട്ടുള്ളതിനാൽ വിദേശത്ത് ഒരു നല്ല ജോലി ലഭിക്കും എന്ന സ്വപ്നവും പേറി 2002 ദുബായിലെത്തി. ഏകദേശം 3.5 വർഷത്തോളം ദുബായിലുണ്ടായിരുന്നു. അവിടെ എൻ്റെ കരിയർ HSC ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കരിയറിലാണ് എൻ്റെ കരിയറെ ഞാൻ തുടങ്ങിയത്. ദുബായ് പോർട്ട് അതോറിറ്റിയിൽ നിന്നും ലഭിച്ച ഷിപ്പ് സേഫ്റ്റി ട്രെയിനിങ്ങാണ് ഖത്തറിൽ നാം ഇന്ന് കാണുന്ന അഡ്വാൻസ് ടെക്നിക്കൽ സർവീസ് എന്ന ഫയർ സെക്യൂരിറ്റി സിസ്റ്റം കമ്പനിയുടെ രൂപീകരണത്തിന് കാരണമായത്. 2010 ഖത്തറിലെ ബിസിനസ് സാധ്യതകളെപ്പറ്റി മനസ്സിലാക്കുകയും ഒരു ചെറിയ രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് കമ്പനി, ഒരു MEP മെയിൻ്റനൻസ് കമ്പനിയുടെ രൂപീകരണത്തിലേക്ക് പോവുകയും ചെയ്തു. എനിക്ക് അതിന് പ്രധാനമായിട്ടും നന്ദി പറയേണ്ടത് എൻ്റെ ഒരു ലോക്കൽ സ്പോൺസറായിട്ട് അല്ലെങ്കിൽ ലോക്കൽ പാർട്ണറായിട്ടുള്ളത് മിസ്റ്റർ വാഹിദ് മുബാറക് അൽസദ് എന്ന ഒരു വലിയ മനുഷ്യനെയാണ്. അദ്ദേഹത്തിൻ്റെ നിർലോഭമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും കൊണ്ടാണ് ഇന്ന് ഫയർ ആൻഡ് സെക്യൂരിറ്റി രംഗത്ത് ഒരു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അഡ്വാൻസ് ടെക്നിക്കൽ സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനം കെട്ടിപ്പടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ദുബായിയിൽ 3 വർഷം ജോലി ചെയ്ത ശേഷം 2005 ഗൾഫ് സമ്പന്നതയുടെ നാടായ ഖത്തറിലെത്തുന്നത്. 2009 വരെ ഇവിടെയും പല കമ്പനികളിൽ HSC അഡ്വൈസർ, HSC മാനേജർ എന്നീ നിലകളിൽ ജോലി ചെയ്തു. 2005 ഖത്തറിൽ ദോഹയിലെത്തുകയും അതേ സെയിം ഫീൽഡ് ഫയർ ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിൽ എൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ ഞാൻ പല വിവിധങ്ങളായിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തു. പിന്നീടാണ് അതുവരെ താൻ നേടിയ അനുഭവ സമ്പത്തും അതിലേറെ ആത്മവിശ്വാസവുമായി അഡ്വാൻസ് ടെക്നിക്കൽ സർവീസ് എന്ന സ്ഥാപനം 2009 ആരംഭിച്ചത്. അഡ്വാൻസ് ടെക്നിക്കൽ സർവീസസ് ഞങ്ങൾ MEP കോൺട്രാക്റ്റിംഗ് രംഗത്തെ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങി വരുമ്പോഴാണ് ഖത്തറിൽ ഫയർ സെക്യൂരിറ്റി രംഗത്ത് ഉള്ള സാധ്യതകളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുവാനായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിത്തീർന്നത്. 2012 വില്ലാജിയോയിലെ
ആ ഒരു വലിയ അപകടത്തിൽ ഏകദേശം 10-12 കൊച്ചു കുഞ്ഞുങ്ങൾ മരിക്കുകയും അതിനെ തുടർന്ന് ഖത്തറിലെ ഗവൺമെൻറ് ഫയർ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ വലിയ രീതിയിലുള്ള കാർക്കശ്യ നിലപാടുകൾ എടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധമായിട്ടുള്ള ബിൽഡിങ്ങുകളിലും പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ സൈറ്റിലുള്ള എല്ലാ ബിൽഡിങ്ങുകൾക്കും നിർബന്ധമായിട്ടും ഫയർ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുകയും അതിന് കുറച്ച് ഞങ്ങളെപ്പോലുള്ള അഡ്വാൻസ് ടെക്നിക്കൽ സർവീസസിനെ പോലുള്ള കമ്പനികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കഠിനാധ്വാനിയായ ഈ മലയാളി പതിയെ ഫയർ ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം എന്ന പൊതുവെ ശ്രദ്ധയും ഉത്തരവാദിത്വവും കൂടുതൽ വേണ്ട മേഖലയിലേക്ക് ചുവടുവെച്ചു. അത് ഒരു തുടക്കമായിരുന്നു. ഫയർ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസുകളും പുതിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, ഫയർ അലാം സിസ്റ്റം, ഫയർ സപ്രഷൻ സിസ്റ്റം, കിച്ചൺ ഹുഡ് സപ്രഷൻ സിസ്റ്റം, അങ്ങനെ ഒട്ടനവധി ഫയർ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള പലവിധങ്ങളായിട്ടുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനും അത് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാനുമായിട്ടുള്ള അംഗീകാരം ഖത്തർ സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം 50 പേരോളം ഉള്ള ഒരു ടീം നമ്മുടെ കൂടെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും നമ്മൾ സേവന സന്നദ്ധരാണ്. ഒരു ബിസിനസ്സിനേക്കാളുപരി സമൂഹത്തോട് പുലർത്തുന്ന ഒരു വലിയ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് എനിക്ക് അത് എടുത്തു പറയേണ്ടി വരും. ഇന്ന് അഡ്വാൻസ് ടെക്നിക്കൽ സർവീസ് ഖത്തർ സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ്. ഈ കമ്പനിയുടെ സാന്നിധ്യം ഇന്ന് ഖത്തറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളിലുമുണ്ട്. നമ്മുടെ സർവീസസിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുവാനായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ക്ലയൻറ്റുകളാണ്. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ പോലുള്ള സ്ഥാപനങ്ങൾ, മാൾ ഓഫ് ഖത്തറിലെ വിവിധ ഷോപ്പുകൾ, സിറ്റി സെൻറ്ററിലെ വിവിധ ഷോപ്പുകൾ, ബർവ കൊമേഴ്സ്യൽ അവനിയിലെ വിവിധ ഓഫീസുകൾ, റിത്താജ് ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഹോട്ടലുകൾ, അൽ-അഹലി ഹോസ്പിറ്റൽ, അങ്ങനെ ഒട്ടനവധി വളരെ ഖത്തറിൽ എടുത്തു പറയത്തക്ക ഒട്ടനവധി ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ആ സർവീസിനെ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പോകുന്നുണ്ട്. അച്ചടക്കവും അർപ്പണബോധവുമുള്ള വിവിധ രാജ്യക്കാരായ തന്റെ തൊഴിലാളികളാണ് അഡ്വാൻസ് ടെക്നിക്കൽ സർവീസിന്റെ വിജയത്തിന് കാരണമെന്ന് ഇദ്ദേഹം നിസ്സംശയം പറയുന്നു. ഞങ്ങളുടെ എല്ലാ കുട്ടികളും ആത്മാർത്ഥമായിട്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് പുലർത്തുന്നവരാണ്. 24 അവേഴ്സും ഫയർ സെക്യൂരിറ്റി സിസ്റ്റമായിട്ടുള്ള ബന്ധപ്പെട്ട് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 27 മണിക്കൂറും അവർ സേവന സന്നദ്ധരായിട്ട് ഞങ്ങളുടെ ഈ കമ്പനിക്കൊപ്പമുണ്ട്. അതൊക്കെ എടുത്തു പറയേണ്ട ചില പ്രത്യേകതകളാണ് അഡ്വാൻസ് ടെക്നിക്കൽ സർവീസസിൻ്റെ. ഈ സ്ഥാപനത്തിന് ഖത്തറിലുള്ള വിശ്വാസത്തിന് തെളിവാണ് ഈ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ കെട്ടിടങ്ങളുടെ ഫയർ ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതും മെയിൻ്റനൻസ് ചെയ്യുന്നതും. നിലവിലുള്ള ബിൽഡിങ്ങുകളുടെ ഫയർ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസുകളും പുതിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, ഫയർ അലാം സിസ്റ്റം, ഫയർ സപ്രഷൻ സിസ്റ്റം, കിച്ചൺ ഹുഡ് സപ്രഷൻ സിസ്റ്റം, അങ്ങനെ ഒട്ടനവധി ഫയർ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള പലവിധങ്ങളായിട്ടുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനും അത് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാനുമായിട്ടുള്ള അംഗീകാരം ഖത്തർ സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം 50 പേരോളം ഉള്ള ഒരു ടീം നമ്മുടെ കൂടെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിൽ ബാലജനസഖ്യം, മാർത്തോമ യുവജനസഖ്യം എന്നിവയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള രാജീവ് ഇവിടെ ഖത്തറിലും പല കൂട്ടായ്മകളിലും അസോസിയേഷനുകളിലും സജീവമായി തന്നെയുണ്ട്. എൻ്റെ മറ്റുള്ള സമയങ്ങൾ ഞാൻ ICC ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, IBPN ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ സംഘടനയായിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ നാട്ടിൻ്റെ തേവലക്കര മീനാവപ്പള്ളി അസോസിയേഷനിലും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ കൂടെ നമ്മുടെ ഇടയിലുള്ള ഒട്ടനവധി പേർക്ക് വിവിധങ്ങളായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി സഹായങ്ങൾ മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, എനിക്ക് പ്രത്യേകമായിട്ട് ലഭിക്കുന്നുണ്ട്. ആൻസിയാണ് ഭാര്യ. ദോഹ ബിർള പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ആരോൺ, റിന്ന എന്നിവർ മക്കളാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ആൻസി
രാജീവ് എന്നാണ്. മോൻ ആരൺ രാജീവ് മാത്യു, മകൾ റിന്ന ആൻഡ് രാജീവ്. രണ്ടുപേരും ഇവിടുത്തെ ബിർള പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. വൈഫ് ഇവിടെ ഗവൺമെൻറ് ഹമദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അഡ്വാൻസ് ടെക്നിക്കൽ സർവീസസ് നമ്മൾ ക്വാളിറ്റി വൈസ് ഒരു കോംപ്രമൈസിലും നമ്മൾ തയ്യാറല്ലാത്ത ഒരു സ്ഥാപനമാണ്. ലേറ്റസ്റ്റ് ക്വാളിറ്റി അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒക്കെ ഖത്തർ സിവിൽ ഡിഫൻസിൻ്റെ ഇൻ്റർനാഷണൽ എക്സിബിഷൻസിൽ ഒക്കെ പങ്കെടുക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു. അങ്ങനെ ഖത്തർ ഫയർ ഫൈറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു പേരെടുത്ത ഒരു സ്ഥാപനമായിട്ട് വളർന്നു വരാനായിട്ട് അഡ്വാൻസ് ടെക്നിക്കൽ സർവീസസിന് കഴിഞ്ഞിട്ടുണ്ട്. മലനാട്ടിൽ ജനിച്ച് മറുനാടിന്റെ മാറിൽ കരുത്തു നേടിയ രാജീവിനെ പോലുള്ള മലയാളികളാണ് ഇനിയും ജീവിതം തുടങ്ങാനിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഊർജമാകുന്നത്. അനുഭവിച്ചു നേടിയ കരുത്തുമായി ജീവിത വിജയത്തിനിറങ്ങിയ ഇവർക്ക് തോൽക്കാനാവില്ല. കാരണം ഇവർക്ക് കൂട്ട് ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമാണ്.